ചടങ്ങാണ് നടക്കുന്നത്. അതിന് മുന്നോടിയായി അവരുടെ ലയനമായിട്ടുണ്ട്. അവരെ പരിചയപ്പെടുന്നതിലേക്കായി നമ്മുടെ സുൽത്താൻ ബത്തേരി വൈസ് ചെയർമാനായ ശ്രീ ഇന്ദ്രജിത് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് അവരാണ്. അതിന്റെ ചുക്കാൻ പിടിക്കുന്നവരാണ് ഇപ്പോൾ ഈ കായിക താരങ്ങളെ പരിചയപ്പെടുന്നത്. കൂടെ നവീൻ പോൾ, വയനാട് ജില്ലാ സെക്രട്ടറി. സാറെ പോലെ അടുക്കുന്നൊരു ഫോട്ടോ, സെൻട്രലിൽ ഫോട്ടോ, ക്യാമ്പുണ്ട്. സെൻട്രലിൽ 4 നിൽക്കാനുള്ള ക്യാമ്പുണ്ട്. ആദർശ് ക്യാമ്പ് തട്ടല്ലോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്തായിട്ട് ജയ്മോൻ നമ്മുടെ Muhammad Fiyaz Thrissur, Ryan and Kushal Thrissur, Ryan Ernakulam. ആവേശകരമായ COC ചാമ്പ്യൻഷിപ്പിന്റെ 2ാം ബൗട്ടിൽ ഏറ്റുമുട്ടി ഏറ്റവും കഴിവും കരുത്തും ശക്തിയും പ്രകടിപ്പിക്കുന്ന 2 ചെറുപ്പക്കാർ. യെസ്, എന്തിനാ ഇങ്ങനെ നിർവികാരായിരിക്കുന്നത്? ഒരു കയ്യടി കൊടുത്ത് ആവേശകരമായ പോരാട്ടത്തിൽ എറണാകുളം and Thrissur, Ryan and Kushal, 2 പേരും മുൻ ചാമ്പ്യന്മാരാണ്. മത്സരം നോക്കൌട്ട് മത്സരമാണ്. തോറ്റവർ പുറത്തു പോകും. പിന്നോരൊരു അവസരമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അവസരത്തിൽ തന്നെ അത് ഉപയോഗപ്പെടുത്തി ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ മത്സരത്തിന്റെ അടുത്ത ബോട്ടിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന 2 ചെറുപ്പക്കാർ റയാൻ, കുശാൽ. ആവേശകരമായ മത്സരത്തിൽ കുശാലിനെ കീഴ്പ്പെടുത്തി റയാൻ അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു. നമുക്ക് മുന്നിൽ കാണേണ്ടി വന്നത് ഷാമിൽ റോഷൻ, കോഴിക്കോടിന്റെ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനാണ്. മുഹമ്മദ് റോഷൻ വിട്ടുകൊടുക്കാതെ മുന്നേറിയ താരമാണ്. ഷാമിൽ റോഷൻ കോഴിക്കോട്, മുഹമ്മദ് റോഷൻ കോഴിക്കോട്. ആവേശകരമായ ഈ പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്ന് നമുക്ക് നോക്കാം. ഈ രാജ്യത്തിന്, ഈ നാടിന്റെ, വയനാട് എന്ന ഈ നാടിന്റെ എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും ഏറ്റുവാങ്ങി കിരീടവുമായി ഞങ്ങൾ ഇതാ കോഴിക്കോട്ടേക്ക് നീങ്ങുമെന്ന് പ്രഖ്യാപിച്ച് 2 ചെറുപ്പക്കാർ ഷാമിൽ റോഷൻ, മുഹമ്മദ് റോഷൻ. 2 പേരുടെയും മത്സരം റഫറി ഗ്രിപ്പായിരിക്കുകയാണ്. റഫറിയാണ് ഗ്രിപ്പ് കൊടുക്കുന്നത് ഇരുവർക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ യൂത്ത് വിഭാഗത്തിലെ ചാമ്പ്യന്മാരാണ്. യൂത്ത് വിഭാഗത്തിലെ വിവിധ കാറ്റഗറിയിൽ വിജയം വരിച്ചു വന്ന ചെറുപ്പക്കാരുടെ പോരാട്ടം, ഏറ്റവും കൈക്കരുത്തുള്ള, കേരളത്തിലെ ഏറ്റവും കൈക്കരുത്തുള്ള യൂത്ത് ആരാണ് എന്ന് തീരുമാനിക്കുന്ന ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ COC പോരാട്ടം. 2 കോഴിക്കോട്ടുകാർ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറാൻ നമുക്ക് മുന്നിൽ മാറ്റുരയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിർവികാരരായി ഇരിക്കാതെ ഒരു കൊട്ടും കുരവയും പാളവും ഒരു കയ്യടിയൊക്കെ കൊടുത്തേ. കോഴിക്കോട്ടുകാർ പോലും കയ്യടിക്കുന്നില്ല. ഞാൻ നോക്കുമ്പോ ഒരു കയ്യടി കൊടുക്കുക. ആവേശ പോരില്ല ഷാമിൽ റോഷൻ ആൻഡ് മുഹമ്മദ് റോഷൻ. മത്സരം ആരംഭിച്ചു. ഷാമിൽ മറ്റിൽ നിന്നാണെങ്കിൽ ആദർശ് എറണാകുളത്തിന്റെ താരമാണ്. ഈ നാടിന്റെ മണമുള്ള, സുൽത്താൻ ബത്തേരിയുടെ വയനാടിന്റെ മണമുള്ള നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് റിഷാൻ ആൻഡ് ആദർശ്. മുഹമ്മദ് റിഷാൻ ആൻഡ് ആദർശ്. ആദർശിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. വേദിയുടെ വലതുഭാഗത്ത് എറണാകുളത്തിന്റെ ആദർശ്, ഇടതുഭാഗത്ത് വയനാടിന്റെ ചുണക്കുട്ടി മുഹമ്മദ് ഷിനാൻ. മത്സരം ആരംഭിച്ചു. നമുക്ക് നോക്കാം ആര് വിജയിക്കുമെന്ന്. നമുക്ക് നോക്കാം. ആദർശ് മുഹമ്മദ്, എറണാകുളം, വയനാട്. ഒരു കയ്യടി കൊടുക്കേ. മത്സരം എറണാകുളം. 2 പേരും നാഷണൽ താരങ്ങളാണ്. മത്സരം ആരംഭിച്ചു. മുഹമ്മദ് ആദർശ്. വെട്ടുകൊടുക്കാതെ മുഹമ്മദ് ഇല്ല, വെട്ടുകൊടുക്കാതെ ആദർശ്.
വരിച്ച് മുന്നേറിയിരിക്കുന്നു. തിരുവനന്തപുരത്തിന്റെ COC, തൃശ്ശൂരിന്റെ COC, മുൻകാലങ്ങളിലെ COC നമ്മുടെ പ്രിയപ്പെട്ട അദ്വൈത് അശോക്. നോക്കാം ആര് വിജയിക്കുമെന്ന്. തിരുവനന്തപുരം ആൻഡ് തൃശ്ശൂർ, തൃശ്ശൂർ ആൻഡ് തിരുവനന്തപുരം. മുഹമ്മദ് ആബിൻ ആൻഡ് അദ്വൈത് അശോക്, തൃശ്ശൂർ തിരുവനന്തപുരം. ആവേശകരമായ ഈ മത്സരത്തിൽ ശരീരഭാരം ഒന്നും ഒരു ഘടകമല്ല എന്ന് പ്രഖ്യാപിച്ച് മാറ്റുരയ്ക്കുന്ന ചെറുപ്പക്കാർ, യൂത്ത് നിരയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചെറുപ്പക്കാർ ഏറ്റുമുട്ടുമ്പോൾ ആര് വിജയിക്കുമെന്ന് നമുക്ക് നോക്കാം. യെസ്, പോരാട്ടത്തിന്റെ അലയൊലികൾ സൃഷ്ടിച്ചുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. ശരീരഭാരം ഒന്നുമല്ല. പഞ്ചഗുസ്തിയിൽ വിവാദത്തിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആകാനുള്ള മത്സരത്തിൽ പങ്കാളിയായ വ്യക്തിയാണ്. യെസ്, ഫയാസ് ആൻഡ് റയാൻ, തൃശ്ശൂർ ആൻഡ് എറണാകുളം. ആവേശകരമായ COC മത്സരത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് മുന്നിൽ പോരടിക്കുമ്പോൾ ആര് വിജയിക്കുമെന്ന് നമുക്ക് നോക്കാം. യെസ്, രണ്ട് ചെറുപ്പക്കാർ, യൂത്ത് വിഭാഗത്തിലെ നാടിന്റെ നാളെയുടെ താരങ്ങൾ രണ്ടുപേരും. റയാൻ എറണാകുളം, ഫയാസ് തൃശ്ശൂർ. പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. വരും കാലങ്ങളിൽ ഈ നാടിന്റെ പതാകവാഹകരാകേണ്ടവർ, കേരളത്തിന്റെ രാജ്യത്തിന്റെ പതാകവാഹകരായി മുന്നേറേണ്ടവർ തൃശ്ശൂർ ആൻഡ് എറണാകുളം, ഫയാസ് ആൻഡ് റയാൻ. യെസ്, നോക്കാം ആര് വിജയിക്കുമെന്ന്. പോരാളികളുടെ പോരാട്ടത്തിൽ അന്തിമ വിധിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. യെസ്, പോരാട്ടം ആരംഭിക്കുകയായി. ഇപ്പോൾ റഫറി ഗ്രിപ്പ് കൂടിയാണ്. മത്സരം ഇപ്പോൾ സ്ട്രാപ്പ് മാച്ച് ആൻഡ് റഫറി സ്ക്രിപ്റ്റ്. റഫറിയാണ് ഗ്രിപ്പ് കൊടുക്കുന്നത്. യെസ്, നോക്കാം. നല്ല നല്ല കൈയ്യടി. യെസ്, യെസ്. തൃശ്ശൂരിന്റെ ഫയാസ് ഫസ്റ്റ് റൗണ്ട് വരുത്തിയിരിക്കുകയാണ്. നോക്കാം അല്പം ഏതാനും എങ്ങനെ വരും എന്ന് ഈ മത്സരം. റയാൻ ആൻഡ് ഫയാസ്, റയാൻ ആൻഡ് ഫയാസ്. യെസ്, യെസ്. വിട്ടുകൊടുക്കാതെ ഫയാസ് ഇല്ല തരില്ല എന്ന് പ്രഖ്യാപിച്ചു. റയാൻ, റയാൻ, യെസ്, റയാൻ. മത്സരം സ്റ്റാപ്പ് മാച്ച് ആൻഡ് റഫറി ഗ്രിപ്പാണ് നടക്കുന്നത്. ആവേശകരമായ ഈ മത്സരം COCക്ക് വേണ്ടിയുള്ള മത്സരമാണ്. യൂത്ത് വിഭാഗത്തിലെ ഏറ്റവും ശക്തിയേറിയ കൈക്കരുത്തുള്ള കൈ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള, വ്യക്തിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള യൂത്ത് വിഭാഗത്തിലെ യെസ് മത്സരം ആരംഭിച്ചു. റയാൻ ആൻഡ് ഫയാസ്. വിട്ടുകൊടുക്കാതെ ഫയാസ്, വിട്ടുകൊടുക്കാതെ ഫയാസ്. റയാൻ, റയാൻ ആൻഡ് ഫയാസ്. യെസ്, യെസ്. പോരാളികളുടെ പോരാട്ടം, പോരാളികളുടെ പോരാട്ടം. ഫയാസ് ആൻഡ് റയാൻ. അന്തിമ വിധി വന്നിരിക്കുന്നത് തൃശ്ശൂരിന്റെ ആദർശ് വേദിയുടെ വലതു ഭാഗത്ത് എറണാകുളത്തിന്റെ അണിനിരന്നപ്പോൾ ഇടതു ഭാഗത്ത് കോഴിക്കോടിന്റെ സാമിൽ ജോസഫ്. വേൾഡ് പൊസിഷൻ 4ാം സ്ഥാനമാണ് നമ്മുടെ പ്രിയപ്പെട്ട ആദർശ്. ശ്രദ്ധിക്കുക, ലോകത്തെ 4ാം സ്ഥാനം. യെസ്, ഷാമിൽ റോഷൻ. ആവേശകരമായ COC മത്സരത്തിൽ വിജയം വരിച്ച് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മുന്നേറുമെന്ന് നമുക്ക് നോക്കാം. വേദിയുടെ ഇടതുഭാഗത്ത്
തൃശ്ശൂരിന്റെ അദ്വൈത് അശോക്, വലതുഭാഗത്ത് തൃശ്ശൂരിന്റെ ഫയാസ്. യെസ്, മത്സരം സ്റ്റാർട്ട് മാച്ച്. വലതുഭാഗത്ത് മാറ്റിവെക്കുന്നു. നോക്കാം, നമുക്ക് നോക്കാം ഈ ആവേശ പോരിൽ ആര് വിജയം വരിച്ച് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറുമെന്ന്. സ്റ്റാർട്ട് മാച്ച്. ഇപ്പോൾ റഫറി ഗ്രിപ്പ് കൂടിയാണ്. റഫറിയാണ് ഇരുവർക്കും ഗ്രിപ്പ് കൊടുക്കുന്നത്. മത്സരത്തിൽ വിജയം വരിച്ച് മുന്നോട്ട് പോകാൻ രണ്ടുപേരും ആവേശത്തോടെ മത്സരത്തെ വീക്ഷിക്കുകയാണ്. നമുക്കും ആ ആവേശത്തോടെ തന്നെ മത്സരത്തെ വീക്ഷിക്കണം. അവരുടെ മത്സരത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഇന്നലെ എന്നുള്ള ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഒന്നും കേൾക്കാനില്ല. ഒന്ന് കേൾക്കേ. മത്സരം ആവേശകരമായ ഈ മത്സരം ഇതാ ആര് വിജയിക്കുമെന്ന് നമുക്ക് നോക്കാം. അദ്വൈത് അശോക് വേദിയുടെ ഇടതുഭാഗത്ത് അണിനിരന്നപ്പോൾ വലതുഭാഗത്ത് ഇതാ ആവേശത്തിന്റെ പൊടിപൂരം തീർക്കാൻ ഫയാസ്. യെസ്, മത്സരം ആരംഭിക്കാൻ പോകുന്നു. യെസ്, ആവേശ പോരാട്ടത്തിനൊടുവിൽ അദ്വൈത് അശോക് തൃശ്ശൂർ യൂത്തിന്റെ വിഭാഗത്തിൽ അടുത്ത റൗണ്ടിലേക്ക് പ്രഖ്യാപിച്ച് കടന്നു വന്ന ഷാമിൽ റോഷൻ ഇടതുവശത്ത്. നോക്കാം ആര് വിജയിക്കുമെന്ന്. ഓളിയെ നിൽക്കരുതില്ല, നല്ല ശബ്ദം വേണം, കയ്യടി വേണം. കിരീട പോരാട്ടത്തിൽ, അന്തിമ പോരാട്ടത്തിൽ, COC പോരാട്ടത്തിൽ ആര് വിജയിച്ച് ഈ വയനാടിന്റെ ചുരമിറങ്ങും എന്ന് നമുക്ക് നോക്കാം. അദ്വൈത് അശോക് and ഷാമിൽ റോഷൻ. അദ്വൈത് അശോക് and ഷാമിൽ റോഷൻ. സ്റ്റാർട്ട് മാച്ചിനോടൊപ്പം തന്നെ റഫറി സ്ക്രിപ്പാണ്. ഫൈനൽ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്ന രണ്ട് താരങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. ഒപ്പം തന്നെ രണ്ട് റഫറിമാരെ, ഒന്ന് നോബി എറണാകുളം, സന്ദീപ് മലപ്പുറം എന്നീ രണ്ട് കൊമ്പന്മാരാണ് മത്സരം നിയന്ത്രിക്കുന്നത്. നോക്കാം ഈ മത്സരം ആര് വിജയിക്കുമെന്ന്. ആവേശ പോരിൽ ഷാമിൽ റോഷൻ ഇടതുവശത്ത് അണിനിരക്കുമ്പോൾ വലതുവശത്ത് പ്രിയപ്പെട്ടവരെ അദ്വൈത് അശോക്. യെസ് 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 തൃശ്ശൂരിന്റെ അദ്വൈത് അശോക്. പ്രിയപ്പെട്ടവരെ, കേരള സംസ്ഥാനത്തെ യൂത്ത് വിഭാഗത്തിലെ ഏറ്റവും ശക്തിയേറിയ, ഏറ്റവും കൈക്കരുത്തുള്ള താരമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. യെസ്, അദ്വൈത് അശോക്. അദ്വൈത് അശോക് പരിചയപ്പെട്ട നമ്മുടെ മത്സരങ്ങൾ ആരംഭിക്കുന്നു. കെട്ടിയിട്ടില്ലായിരുന്നു. എങ്ങനെ പൊളിഞ്ഞ വശം കിട്ടാതെ അങ്ങനെ റഫറീസ് കുറച്ചുകൂടി ലെഫ്റ്റിലേക്ക്. നമുക്ക് മത്സരത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എല്ലാവർക്കും ഉണ്ട്. നോക്കാം, നല്ലൊരു മത്സരമായി മാറട്ടെ. അദ്വൈത് അശോക് തൃശ്ശൂർ. പോരാട്ടത്തിൽ മസാഗിർ വിജയിച്ച് അടുത്ത റൗണ്ടിലേക്ക്. ഉജ്ജ്വലമായ മത്സരത്തിന് നേതൃത്വം കൊടുക്കുന്നവരാ സ്റ്റീവ് and ദീപു. നോക്കാം ആര് വിജയിക്കുമെന്ന്. യെസ് യെസ്, ആവേശ പോരിനൊരുവിൽ സ്റ്റീവ് തോമസ് വയറിരിക്കുന്നു. യാസിൻ. ഉജ്ജ്വലമായ പോരാട്ടത്തിന് പേർക്കേറ്റ കേരളത്തിന്റെ ഒരു പ്രിയപ്പെട്ട താരം യാസിർ കോഴിക്കോട് ഇടതുഭാഗത്ത് അണിനിരന്നിരിക്കുന്നു. നീലയും കറുപ്പും ജേഴ്സി അണിഞ്ഞുകൊണ്ട്. നോക്കാം ഇരുവരുടെയും മത്സരത്തിൽ
അന്തിമ വിധി എന്താകും എന്ന് നമുക്ക് നോക്കാം. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം ഒന്നുകിൽ ജില്ലാ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യന്മാർ, യെസ്, വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചെങ്കിലും വിജയം വരിച്ചിരിക്കുന്നു സൽമാൻ മലപ്പുറം ആൻഡ് എറണാകുളം. ദിൽഷാദ് ആൻഡ് സൽമാൻ. നോക്കാം ആര് വിജയിക്കുമെന്ന് നമുക്ക് നോക്കാം. യെസ്, ദിൽഷാദ് വിജയം വരിച്ചിരിക്കുന്നു. മുൻകാലങ്ങളിൽ ഉജ്ജ്വലമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവൻ ഇപ്പോഴും ഉജ്ജ്വലമായ പോരാളി. നോക്കാം. യെസ്, മോനു ആൻഡ് ഷാമിൽ, എറണാകുളം ആൻഡ് കോഴിക്കോട്. റഫറിക്ക് ഇരുവരും മത്സരിക്കുന്നത് റഫറി ഗ്രിപ്പിലാണ്. അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയുടെ നാട്ടിൽ നിന്ന്, മോന് ഒന്നെങ്കിൽ സാമുദ്രിയുടെ നാട്ടിൽ നിന്നുള്ള ഷാമിൽ റോഷൻ. യെസ്, നമുക്ക് നോക്കാം രണ്ടുപേരും. യെസ്, വീറും വാശിയും നിറഞ്ഞ മത്സരത്തിൽ ഇതാ സ്റ്റാർട്ട് മാച്ചിലേക്ക് കടന്നിരിക്കുന്നു. മോനു തോമസ് ആൻഡ് ഷാമിൽ റോഷൻ. കോഴിക്കോട് ചാമ്പ്യൻ പോരാട്ടത്തിൽ മോനു തോമസ്, ഷാമിൽ റോഷൻ. നോക്കാം. യെസ്, ആവേശം പോരിനൊടുവിൽ നമ്മൾ ഷാമിൽ റോഷൻ വിജയം വരിച്ചതിന്റെ അഫ്സൽ, എറണാകുളത്തിന്റെ മസാഹി. നോക്കാം ആവേശകരമായ പോരാട്ടം. വിജയം ആരുടെ പക്ഷത്താണെന്ന് നമുക്ക് നോക്കാം. യെസ്, മസാഹി. യെസ്, ആവേശപ്പോരിനൊടുവിൽ വിജയം വരിച്ചിരിക്കുന്നു മസാഹി. ആവേശപ്പോരിനൊടുവിൽ ആര് വിജയിച്ചു വരുമെന്ന് നമുക്ക് നോക്കാം. വേദിയുടെ വലതുഭാഗത്ത് പാലക്കാടിന്റെ ശരത് കുമാർ, ഇടതുഭാഗത്തെ വയനാടിന്റെ സ്റ്റീവ് തോമസ്. ആവേശപ്പോരിനൊടുവിൽ ആര് വിജയിക്കും, ആര് മുന്നേറും, ഫൈനൽ മത്സരത്തിലേക്ക് ആര് മാറ്റുരയ്ക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കേ, നോക്കാം. പോരാട്ടം ആരംഭിക്കുന്നു. ഒന്നിനും ഒരു ഇതാ വലതുഭാഗത്തെ ദിൽഷാദ് ചുവപ്പും കറുപ്പും ജൈസി അണിഞ്ഞുകൊണ്ടിതാ കാളക്കൂട്ടിനെ പോലെ നമുക്ക് മുന്നിൽ അണിനിരക്കുന്നു. യെസ്, നമുക്ക് നോക്കാം. ആവേശം പോരിനൊടുവിൽ ആര് വിജയിക്കും? കൈക്കരുത്തിന്റെ വിജയം ആർക്കാണ്? കോഴിക്കോടിനോ എറണാകുളത്തിനോ? നോക്കാം. ഷാമിൽ റോഷൻ കോഴിക്കോട്, ദിൽഷാദ് എറണാകുളം. രണ്ടുപേരും ഈ രാജ്യത്തിന്റെ മുത്തുമണികളാണ്. കായിക കരുത്തിൽ രാജ്യത്തിന്റെ താരങ്ങളാണ്. നോക്കാം. മത്സരം സ്റ്റാർട്ട് മാച്ചിലേക്ക്. കോഴിക്കോട്, എറണാകുളം, കോഴിക്കോട്. നോക്കാം. പഞ്ചഗുസ്തി. നോക്കാം. കോഴിക്കോട്, എറണാകുളം. യെസ്, മത്സരമിത ആവേശത്തിന്റെ കൊലുമുടി ചൂടി ഷാമിൽ റോഷൻ, കൂട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ ഉജ്ജ്വലമായ ഒരു മത്സരത്തിന് ഇവിടെ നേതൃത്വം വഹിക്കും രണ്ടുപേരെന്ന് വിശ്വസിക്കുന്നു. മസാഗിർ വേദിയുടെ ഇടതുഭാഗത്ത്, വലതുഭാഗത്ത് വയനാടിന്റെ സ്റ്റീവ് തോമസ്. മസാഗിർ
പോയി എന്ന് ഉറപ്പാണ്. ആയ് നമ്മുടെ ജനറൽ സെക്രട്ടറി ചിരിക്കുന്നത് നോക്ക്. ആവേശത്തിന്റെ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ COC പോരാട്ടം ഇതാ നമുക്ക് മുന്നിൽ. മസാഗീർ and ദിൽഷാദ് രണ്ടുപേരും കേരളത്തിന്റെ മുൻ ചാമ്പ്യന്മാരാണ്. കഴിഞ്ഞ വർഷം മസാഗീർ മത്സരത്തിൽ ഇറങ്ങിയിരുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ അറിയാം. എന്നാൽ മസാഗീർ ഇതാ വിമാനം കയറി സുൽത്താൻ ബത്തേരിയിലെത്തി COC അടിക്കാൻ തീരുമാനിച്ച് വലതുഭാഗത്ത് പോരടിക്കുമ്പോൾ ഇടതുഭാഗത്ത് മുൻ കേരളത്തിന്റെ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ദിൽഷാദ്. ആര് വിജയിക്കുമെന്ന് നമുക്ക് നോക്കാം. പോരാളികളുടെ പോരാട്ടം ദിൽഷാദ് ആൻഡ് മസാഗീർ. മത്സരം ഇതാ മുറുകുമ്പോൾ ഇപ്പോൾ റഫറി ഗ്രിപ്പായിരിക്കും. റഫറി ഗ്രിപ്പ് മത്സരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അടിയടാ അടിയടാ മസാഗീറെ, അടിയടാ ദിൽഷാദേ, അടിയടാ. ഇതാ കാണികൾ വിളിച്ചു പറയുന്നു, ഒരു കയ്യടി കൊടുത്ത ഫൈനൽ മത്സരം. കേരളത്തിന്റെ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ മസാഗീർ. കേരളത്തിന്റെ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് അഹങ്കരിക്കാം. കാരണം അദ്ദേഹമാണ് ഇന്ത്യയുടെ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ.